ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നതാണ്. ഹെൽത്ത് മിക്സ് എന്ന് പറയുമ്പം നമ്മുടെ ആരോഗ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള പോഷകങ്ങളടങ്ങിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ളൊരു പൊടിയാണ്. അതിനായിട്ട് 11 ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടെന്ന് പറയുന്നത് അരിയാണ്. അരി വറുത്തെടുക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറിക്കടല, നിലക്കടല, അവില്, വെളുത്ത എള്ള്, കറുത്ത എള്ള്, ശർക്കര, നല്ല ജീരകം, ഏലക്കായ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ്. ഇത് കഴുകാൻ പറ്റുന്നെല്ലാം ഞാൻ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചതാണ്. അരി ഇപ്പോൾ കഴുകി തോരാൻ വെച്ചതാണ്. ഇനി ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. കുറച്ച് വലിയൊരു ടാസ്ക്കാണ് ഇത് ഓരോന്നും വറുത്തെടുക്കുക എന്നുള്ളത്. എന്നാലും വറക്കൽ നിർബന്ധമാണ്. കാരണം ഇതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കൂടുതൽ കാലം സൂക്ഷിക്കാനും ഇത് ഓരോന്നും വറുത്തെടുക്കുക തന്നെ വേണം. വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊക്കെ തരിയുള്ള രൂപത്തിൽ പൊടിച്ചെടുക്കാം. പണ്ട് കാലത്ത് ഉമ്മമാരൊക്കെ വീട്ടിലുണ്ടാക്കി പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഇങ്ങനത്തെ പൊടികൾ. ഇത് ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. എന്നാലും ഇപ്പം കറുത്ത എള്ളൊക്കെ കൂടുതൽ അന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. കറുത്ത എള്ള് കൂടുതൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു കുത്തൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറുത്തെള്ളിൻ്റെ അളവ് കുറച്ച് പകരം വെളുത്തെള്ള് കൂട്ടുകയാണ് ചെയ്തത്. ഈ പൊടി ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. പക്ഷേ കൗമാരപ്രായക്കാർക്ക് വളരുന്ന പ്രായത്തിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അവർക്കത് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാവുന്നതാണ്. ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നവർക്കൊക്കെ തയ്യാറാക്കാവുന്നതാണ്. ഇനി കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും, കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു അഭിപ്രായം അറിയിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഇനി എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ പേര് ഹസീന എന്നാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിൻ്റെ പുറകെയാണ് ഞാൻ. ബിസിനസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ പിന്നാലെ ഞാനുണ്ട്. പലതരത്തിലുള്ള ബിസിനസ്സുകളും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ആപ്റ്റാവുന്നത് ഏതാണ് എന്ന രൂപത്തിൽ പല പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. തുണീൻ്റെ മേഖലയിൽ, ഹോട്ടൽ ബിസിനസ്, ടൈലറിങ് യൂണിറ്റുകൾ, പല ടൈപ്പ്. ഇനി വിരലിൽ എണ്ണിക്കഴിഞ്ഞാൽ തീരൂല, അത്രയും ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ജസ്റ്റ് ഒരു പരീക്ഷണമായിരുന്നു ഞാൻ നടത്തിയത്. എനിക്കുള്ളത് ഏതാണ്, നമുക്കുള്ളതല്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ എൻ്റെ ഏരിയ ഏതാണ് എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ഫീൽഡിൽ എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കണം. മാത്രമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുകയും വേണം, ദോഷമൊന്നും ഉണ്ടാവാനും പാടില്ല. ഈ കാര്യങ്ങൾ എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആവശ്യം ഫുഡിൻ്റെ മേഖലയിലാണെന്ന്. കാരണം എൻ്റെ മൈൻഡ് പ്യുവറാണ്. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, സത്യസന്ധമായിട്ട് അത്യാവശ്യം മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. അപ്പം എനിക്ക് തോന്നി ഫുഡിൻ്റെ മേഖലയിൽ എനിക്ക് ഒന്ന് കൈവെക്കണം എന്നുള്ളത്, എൻ്റെ ഒരാവശ്യം അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. എനിക്ക് ഇപ്പോൾ എല്ലാം കൂടി നോക്കാൻ പറ്റുമോ, എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ഏരിയ എടുത്തിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫ്ലോർ മില്ലായിരുന്നു 3-4 വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഞാൻ പൊടികൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങി. ഏറ്റവും പ്യുവറായിട്ട് വളരെ വൃത്തിയിൽ കഴുകി ഉണക്കി പൊടിച്ച് കൊടുക്കുമായിരുന്നു. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും നല്ല രീതിയിൽ സെയിൽ നടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് മില്ല് ഒഴിവാക്കേണ്ട ഒരു വന്നു. എൻ്റെ വീട്ടിൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിലുള്ള ആളുകൾക്ക് വന്ന് എൻ്റെ ഉമ്മക്കും ഉപ്പക്കൊക്കെ വളരെ കുറച്ച് ദയനീയമായ രീതിയിൽ തന്നെയുള്ള അസുഖങ്ങൾ വന്നു. ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ലോട്ടായിരുന്നു കുറച്ച് മാസങ്ങൾ. എൻ്റെ ഉപ്പ മരണപ്പെട്ടു, ഉമ്മ കിടപ്പിലായി. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പം എനിക്ക് എൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. 1 വർഷത്തോളം ഞാൻ ഒന്നും ചെയ്യാനാവാത്തൊരു അവസ്ഥയിൽ നിന്ന്. അപ്പോഴാണ് എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്ന് പൊടീൻ്റെ സെയിൽ മാത്രം ആയിട്ട്
രണ്ടാമതും ഇറങ്ങിയത്. അൽഹംദുലില്ലാ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഞാൻ ഒരുപാട് പൊടികൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തരം മസാലപ്പൊടികളും ബാക്കിയുള്ള പൊടികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വളരെ വൃത്തിയിൽ. ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ച് തരുന്നതായിരിക്കും. നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നല്ല ഭക്ഷണം കഴിക്കണം എന്നാഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഈ ഭൂമിയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ല സാധനങ്ങൾ കിട്ടണം. അത് കിട്ടാനില്ലാത്തത് കൊണ്ട് കിട്ടുന്നത് കഴിക്കേണ്ടി വരുന്ന ദുരവസ്ഥ അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ലത് കിട്ടാനുള്ളൊരവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങളും മോശമാണെന്നോ എല്ലാ ആളുകളും മോശമായിട്ടാണ് ഉണ്ടാക്കുന്നോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ കുറേ അങ്ങനെയുണ്ട്, കുറേ നല്ലവരുണ്ട്. പക്ഷെ നല്ലത് ഏതാണെന്ന് വേർതിരിച്ചറിയാനുള്ളൊരവസരം നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. നമുക്ക് തിരിച്ചറിയണ്ടേ നല്ലത് ഏത് ചീത്ത ഏത് എന്നുള്ളത്. പരസ്യം അതൊരിക്കലും അതിനൊരു കാരണമല്ല. പരസ്യം കൊണ്ട് നമുക്കൊരിക്കലും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വായ കൊണ്ട് നമ്മൾ പറയുക, അവർ കാണിച്ച് കൊടുക്കുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും വീഡിയോകളിൽ നമുക്ക് കാണാം. അതുവരെ ബായ്.